സിറിയയിലെ വിമത മുന്നേറ്റത്തെ തുടർന്ന് രാജ്യം വിട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദ് മോസ്കോയിലെത്തിയതായി റഷ്യൻ മാധ്യമങ്ങൾ. മാനുഷിക പരിഗണനയിലാണ് റഷ്യ അസദിനും കുടുംബത്തിനും അഭയം നൽകിയതെന്നും വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു. അസദിന്റെ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായെന്നും തകർന്നു വീണെന്നും ആദ്യഘട്ടത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് അസദ് സിറിയ വിട്ടതായി റഷ്യ സ്ഥിരീകരിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വതി വിശ്വനാഥൻ ചേരുന്നുണ്ട്. അശ്വതി, അസദും കുടുംബവും മോസ്കോയിലാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടോ? തുടർ നീക്കങ്ങൾ എന്താണ്? ആതിര, സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമാസ്കസ് നഗരം തഹ്രീർ അൽ ഷാം വിമതർ പിടിച്ചടക്കിയതോടുകൂടിയാണ് ഇന്നലെ സിറിയൻ പ്രസിഡന്റായിട്ടുള്ള ബഷർ അൽ അസദ് രാജ്യം വിടുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒളിച്ചോട്ടത്തിന് പിന്നാലെ നിരവധി അഭ്യൂഹങ്ങളും ഇന്നലെ രാത്രിയോടുകൂടി നിലവിൽ വന്നിരുന്നു. ഇന്നലെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളായിരുന്നു ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലുടനീളം പ്രചരിച്ചിരുന്നത്. എന്നാൽ ആ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം നൽകിയാണ് റഷ്യൻ അധികൃതർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അസദും കുടുംബവും റഷ്യൻ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ അവർക്ക് അഭയം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് റഷ്യൻ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തികച്ചും മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അസദിന് റഷ്യ അഭയം നൽകിയതെന്നും കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് സ്വാഗതാർഹമാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ ദീർഘകാലത്തെ അസഹിഷ്ണുതയിൽ നിന്നും രാജ്യത്തിന് മികച്ച ഭാവി കെട്ടിപ്പടുക്കാനുള്ള ചരിത്രപരമായ അവസരമാണിതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നുണ്ട്. എന്നാൽ അടുത്തത് എന്താണെന്നുള്ള ചോദ്യത്തിൽ അനിശ്ചിതത്വവും അപകട സാധ്യതയും നിഴലിക്കുന്നുണ്ടെന്നും ജോ ബൈഡൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ബാഷർ അൽ അസദിന്റെ 2 പതിറ്റാണ്ട് നീണ്ട ഭരണത്തിന്റെ തകർച്ചയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്ര ദിനമാണെന്നും കൂടി നെതന്യാഹു പ്രതികരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അസദിന്റെ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സ്വാഗതാർഹമായിട്ടുള്ള മറുപടികളാണ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നത്. എന്നാൽ റഷ്യയുടെ പ്രതികരണം എന്ന് പറയുന്നത് സിറിയൻ വിഷയത്തിൽ UN സുരക്ഷാ സമിതി അടിയന്തരമായി സ്വകാര്യ യോഗം വിളിച്ചു ചേർക്കണമെന്നാണ് ഇപ്പോൾ റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. ആതിര, അശ്വതി സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസും ഈ വിമത സായുധ സംഘം പിടിച്ചടക്കിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ബാഷർ അൽ അസദ് സിറിയ വിട്ടെന്ന് റഷ്യ സ്ഥിരീകരിച്ചത്. എങ്കിലും അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും വന്നിരുന്നില്ല. ഇപ്പോൾ മോസ്കോയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വതി വിശ്വനാഥൻ.